ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മകൾ പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ച് പോലീസ്. അമ്മയെ അച്ഛൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന മകളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. ചേർത്തല മുട്ടം സ്വദേശിയായ വി.സി. സജിയെ കഴിഞ്ഞ മാസം 8-നാണ് തലയ്ക്ക് ഗുരുതര പരിക്കുകളോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അബോധാവസ്ഥയിൽ ആയതിനാൽ പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സജിക്ക് ബോധമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സജി മിണ്ടിയിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരങ്ങളായ ജെയിംസും തോമസും അടക്കമുള്ള ബന്ധുക്കൾ പലവട്ടം കാണാനെത്തിയിരുന്നു. കണ്ണീർ മാത്രമായിരുന്നു പ്രതികരണം. വീടിനകത്ത് കോണിപ്പടിയിൽ കാൽ വഴുതി വീണ് പരിക്കേറ്റു എന്നായിരുന്നു ആദ്യം മകൾ ഡോക്ടർമാരോട് പറഞ്ഞത്. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ഞായറാഴ്ച സജി മരിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് 19-കാരിയായ മകൾ അമ്മയെ അച്ഛൻ സോണി മർദ്ദിച്ചിരുന്ന കാര്യം ബന്ധുക്കളോട് പറഞ്ഞത്. തുടർന്ന് ചേർത്തല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തല ഭിത്തിയിൽ പിടിച്ചിടിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സോണിയുടെ സ്ത്രീ സൗഹൃദങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു ക്രൂരമർദ്ദനം. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചതിനാൽ സജിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കടക്കരപ്പള്ളിയിൽ പാത്രക്കട നടത്തുകയാണ് സോണി. വിദേശത്തായിരുന്ന ഭാര്യ സജി ഏതാനും വർഷം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. പ്രേമിച്ച് വിവാഹിതരായ സജിയും സോണിയും തമ്മിൽ കുറച്ചു നാളുകളായി കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് പരാതിയിലുണ്ട്. സോണി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തൂ എന്ന് പോലീസ് അറിയിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് സജി മരിച്ചത്. സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം ഇന്നലെ പുറത്തെടുത്തിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. അതിന് പിന്നാലെയാണ് മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് കാണിച്ച് മകൾ പോലീസിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് ഭർത്താവ് സോണിയെ കസ്റ്റഡിയിലെടുത്തത്. അച്ഛന്റെ മർദ്ദനമേറ്റാണ് മരണമെന്ന് മകൾ പരാതിയിൽ പറയുന്നു. ജനുവരി 8-ന് രാത്രി സജിയെ ഭർത്താവ് മർദ്ദിക്കുകയും ഭിത്തിയിൽ തല ബലമായി ഇടിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്നാണ് സജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1 മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സജി. തഹസിൽദാർ കെ.ആർ. മനോജ്, എ.എസ്.പി. ഹരീഷ് ജെയിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു അച്ഛന്റെ ലക്ഷ്യമെന്ന് മകൾ പറഞ്ഞു. രക്തം വാർന്നു കിടന്നിട്ടും അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും മകൾ പറഞ്ഞു. കെട്ടിടത്തിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു സജി മരണപ്പെടുന്നത്.